നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കുഞ്ഞ് കരഞ്ഞപ്പോ ഞാൻ എടുത്തതാ. അത് നന്നായി. കരച്ചില് കേട്ട് ഞാൻ പോയി നോക്കിയപ്പോ അവിടെ കണ്ടില്ല. അപ്പം മനസ്സിലായി പൂജ എടുത്ത് കാണുമെന്ന്. ഏതായാലും അവൾക്ക് രണ്ടമ്മമാരുണ്ടായത് നന്നായി. ഒരാള് വരാൻ വൈകിയാലും ഇനി വന്നില്ലെങ്കിൽ തന്നെയും അടുത്താളുണ്ടാവുമല്ലോ. ഭാഗ്യം ചെയ്തവളാ നമ്മുടെ മോള്. ബന്ധുബലമുള്ള കുട്ടി. എന്താ എന്തു വേണം? ഭാഗ്യം വരുന്നത് വല്ലപ്പോഴും ആണെങ്കിലും നിങ്ങളെന്നെ മറന്നിട്ടില്ലല്ലോ. ഫാത്തിമ ഞങ്ങളെ മറന്നു കാണില്ലല്ലോ. വന്നപ്പോഴൊക്കെ ഓരോ സമ്മാനങ്ങൾ തന്നല്ലേ ഞങ്ങള് വിട്ടത്. എന്താ അടുത്തത് വാങ്ങാൻ വന്നതാ? അതെ, വാങ്ങാൻ തന്നെയാ വന്നത്. ഇത്തവണ വാങ്ങാൻ പോകുന്ന ഒരു പ്രത്യേക സമ്മാനമാണ്. ഓ, അതെന്താണാവോ ഇത്ര വലിയ പ്രത്യേകതയുള്ള സമ്മാനം? ഞങ്ങളുടെ കൊച്ചിനെ. കൊച്ച? ഏത് കൊച്ച്? ഞങ്ങളുടെ കടപ്പുറത്തിന്റെ കൊച്ച്. ഈ വീട്ടിൽ നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ഞങ്ങളുടെ പൂജമോളുടെ കൊച്ച്. ആ വന്നല്ലോ വില്ലൻ. വില്ലനല്ല, നായകൻ. എന്താ വല്ല സംശയമുണ്ടോ? സംശയമുണ്ട്. ഇവൻ നായകനായിരുന്നെങ്കിൽ ഇതുമാതിരി വൃത്തിയോട് കാണിക്കത്തില്ലായിരുന്നല്ലോ. ഇവൻ എന്ത് വൃത്തിയോട് കാണിച്ചെന്നാ? ഞങ്ങളുടെ കടപ്പുറത്ത് വളരേണ്ട കൊച്ചിനെ ഇവൻ ഇവിടെ കൊണ്ടുവന്ന് കള്ളം പറഞ്ഞു ഒളിപ്പിച്ചില്ലേ? നിങ്ങൾ എന്തോ ഈ പറയുന്നേ? ഞാൻ പറയുന്ന സത്യമാണോ ഇവൻ പറയട്ടെ. ഈ വീട്ടിൽ ഇപ്പോഴുള്ള കുഞ്ഞ് പൂജയുടെ കുഞ്ഞല്ലേ? അവകാശം പറയാൻ ഞങ്ങൾ വരുമെന്ന് പേടിച്ച് അത് ആത്മജിയുടെ കുഞ്ഞാണെന്ന് നിങ്ങൾ എല്ലാം കൂടെ വരുത്തി തീർത്തു. ചുമ്മാ ഭ്രാന്ത് പറയാതെ. ഭ്രാന്ത് എനിക്കല്ലാന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. എന്തറിഞ്ഞിട്ട്? നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഈ വീട്ടിലുള്ളത് എൻ്റെ ചേച്ചി ആത്മചര കുഞ്ഞ. പൂജയുടെ കുട്ടി മരിച്ചുപോയി. നീയാണോ ഇവളാണോ ഈ കള്ളക്കഥ ഉണ്ടാക്കിയത്? ആരുണ്ടാക്കിയാലും സത്യം എനിക്കറിയാം. ആ കുഞ്ഞിന്റെ അമ്മ പൂജ തന്നെ. അല്ലെന്ന് പൂജ പറയട്ടെ. അല്ലെങ്കിൽ പൂജ എന്തിനാ ആത്മജയെക്കാളും നന്നായിട്ട് ആ കൊച്ചിനെ നോക്കുന്നത്? അതിനെ മുലയൂട്ടുന്ന പോലെ ഇവളല്ലേ? ഈ ഇന്ന കഥകളൊക്കെ നിങ്ങളോട് ആര് പറഞ്ഞു? ആരാ പറഞ്ഞെന്ന്? എന്നോട് പറഞ്ഞ ആരെങ്കിലും ആട്ടെ. കേട്ടതെല്ലാം സത്യമല്ലേ? എന്ത് സത്യം? ഇവിടെയുള്ളതേ ആത്മജയുടെ കുഞ്ഞാ. പിന്നെ ഞങ്ങള് തറവാട്ടിലുണ്ടായ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ നോക്കിയെന്നും വളർത്തിയെന്നും ഒക്കെ ഇരിക്കും. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? എന്റെ അധികാരം എന്താണെന്നേ ഈ പൂജ പറയും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്നത് എനിക്ക് വേണ്ടി ദൈവം ഈ വീട്ടിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സമ്മാനം കൊണ്ടുപോകാനാ. കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഞാൻ അത് കൊണ്ടുപോയിരിക്കും. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. ഈ കള്ള
കള്ളുകൂടിയാണ് ഇതുവരെ പോയി. പരശുരാമ വേണ്ട. പോക്കത്തരം പറയുന്നോടി. വേണ്ട എടി പൊടി എന്നൊക്കെ തന്നെ പെണ്ണുപിള്ള പോയി വിളിയോടും. പരശുരാമ വേണ്ട. ഓടപ്പുറത്തോളെ നീ ഇതിൽ ഇടപെടണ്ട. ഇടപെടാതെ പിന്നെ എങ്ങനെയാ ഇവളീ വീട്ടിൽ നിന്ന് എന്തോ സാധനം എടുത്തോണ്ട് പോകുന്നല്ലേ പറഞ്ഞത്? അതെ കൊണ്ടുപോകും. ഇയാൾക്ക് തടുക്കാൻ പറ്റുമെങ്കിൽ തടുക്കുള്ളൂ. അതേടി തടക്കാൻ തന്നെയാണ് തീരുമാനം. അമ്മച്ചി പുതിയ ഗുണ്ട ഇറക്കിയിരിക്കും അല്ലേ? ഓ ഈ കള്ളുകുടിയന്മാരെ അല്ലാതെ നിങ്ങൾക്ക് വേറെ ആരെയും കാവലിന് കിട്ടത്തില്ല. ആളെ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ കടപ്പുറത്തൊന്ന് ജഗ ജില്ല ആൾക്കാരെ ഇറക്കി. അന്ന് കൊണ്ടുവന്ന സൈസ് ആയിരിക്കും അല്ലേ? എനിക്കൊരു സൈസിന്റെ സഹായം ആവശ്യമില്ല. എന്തിനും ഏതിനും ഞാൻ ഒറ്റയ്ക്ക് മതി. ഞാൻ ഇന്ന് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കും. കുഞ്ഞോ? ഇതെന്താ ഞാൻ അറിയാത്ത ഒരു പുതിയ ടെസ്റ്റ്? അപ്പൊ ഈ കുഞ്ഞിന് ഇനിയുണ്ടോ അവകാശികള്? അവകാശം പറയാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അവകാശം ഒന്നേ ഉള്ളൂ. അത് ഈ ഫാത്തിമയാണ്. ഓ ഇവരെന്തൊക്കെയാ അവിടെ പറഞ്ഞോളെ ഈ പറയുന്നേ? അവരങ്ങനെ പലതും പറയും. പരശുരാമൻ അതൊന്നും കാര്യാക്കണ്ട. പരശുരാമൻ കാര്യമാക്കിയാലും ബലരാമൻ കാര്യമാക്കിയാലും ഞാൻ ഇന്ന് എന്റെ കൊച്ചിനെ കൊണ്ട് പോകും. ഇന്ന് എന്റെ കൊച്ചിനെ എനിക്ക് വിട്ടു തന്നില്ലെങ്കിൽ ഞാൻ ഈ വീടിന്റെ ഉമ്മറത്ത് തൂങ്ങിച്ചാവുമായിരിക്കും അല്ലേ? ഒരിക്കലും ഇല്ല. പിന്നെ ഞാന് ഒരു ഷെഡ് കെട്ടി ഇവിടെ നിരാഹാരം ഇരിക്കും. അങ്ങനെ തീരുമാനം പറയേണ്ടതേ നിങ്ങളാണ്. നിങ്ങളെന്ന് പറയുമ്പോ ഈ രഹസ്യങ്ങൾ എല്ലാം അറിയാവുന്ന ആദിയും പൂജയും. എന്റെ കുഞ്ഞിനെ എനിക്ക് വിട്ടുതന്ന കേസും പുക്കാറും ഒന്നും ഇല്ലാതെ ഈ വിഷയം ഇവിടെ മാന്യമായി അവസാനിപ്പിക്കും. അതല്ല നീട്ടിക്കൊണ്ടു പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കും. വേണ്ട, ഒന്നും വേണ്ട. പൂജ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. മോളെ നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? വേറെന്തിനാ കൊച്ചിനെ എടുത്തു കൊടുക്കാൻ? ഇവക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. സ്വന്തം പ്രസവിച്ചത് ആമി മോളല്ലേ? പൂജ കണ്ടോ കണ്ടോ, അവക്ക് കാര്യം പറഞ്ഞപ്പോ മനസ്സിലായി. അവക്കറിയാം ഇത് അവള് പ്രസവിച്ച കുഞ്ഞാണോ. കേസും പ്രശ്നമായാലേ ഞാൻ ജയിക്കുമെന്ന്. എല്ലാരും എന്തോ ഈ അമ്മട്ട് വിഴുങ്ങിയത് പോലെ അന്തിച്ചു നിൽക്കുന്നത്? ചെന്ന് കൊച്ചിനെ രക്ഷിക്കാൻ നോക്ക്. അല്ലെങ്കിലേ പൂജ അതിനെടുത്ത് ഈ പൂലൊക്കെ കള്ളിക്കും. എടി വേലക്കാരി, നീ കൂടുതൽ ചാടണ്ട കേട്ടോ. ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല. നിങ്ങൾ നിങ്ങളുടെ പാടി നോക്കിപ്പോ പെൺപിള്ളേ. മോളെ ആമി നോക്കി നിൽക്കാതെ എത്ര സാറിനെ വിളിക്ക്. ഇത് ഇവരെ കടപ്പുറത്തുകാർ തമ്മിലുള്ള ഒത്തുകളിയാ. കൊച്ചിനെ തട്ടിക്കൊണ്ടുപോവാൻ.